നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വശീകരണത്തിന് ഏറ്റവും അത്യുത്തമമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ ഒരു പദാർത്ഥം കൊണ്ട് അഭിഷേകം നടത്തുക. ഇതുകൊണ്ട് അഭിഷേകം നടത്തിയാൽ നിങ്ങൾക്ക് വശീകരണ ശക്തി വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. ഈ വശീകരണത്തിന് വേണ്ടിയുള്ള ഉപയോഗിക്കേണ്ട ഈ ഉപയോഗം നിങ്ങൾ നിത്യവും ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിൽ പോയാലും ശരി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് കാര്യത്തിന് നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുന്നു, അതായത് മറ്റുള്ള ക്ലയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാകാൻ ഇത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവാഹ കാര്യത്തിന് വേണ്ടി സ്ത്രീജനങ്ങളെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഈ വശീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾ ധരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്ക് ആ സ്ത്രീകളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വിവാഹലബ്ധി ലഭിക്കുകയും തന്നെ ചെയ്യും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടി ദിവസമോ പൂയം നാളിലോ കാർത്തിക നാളിലോ മുപ്പിട്ട് ചൊവ്വാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഈ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്ത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഈ പറഞ്ഞ വസ്തു കൊണ്ട് മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. അത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടി കൊണ്ടുപോയി ചെയ്യരുത്. അതിനകത്ത് കൂടുതലും കെമിക്കൽസാണ്. അതുകൊണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫലമൊന്നും കിട്ടില്ല. നമ്മൾ പിന്നെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മഞ്ഞൾ കൃഷി നടത്തുന്നതുകൊണ്ടാവും. അവർ സാധാരണ കുറച്ച് രീതിയിലായിരിക്കും, പക്ഷെ നല്ല വിലയായിരിക്കും. അവർ പുഴുങ്ങി പൊടിച്ച് അത് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു കിലോയ്ക്ക് 300 കൂടുതൽ 500 കൂടുതലൊക്കെ എമൗണ്ട് വരും. അപ്പം നിങ്ങളൊരു അല്പം ഒരു 1/4 കിലോ അല്ലെങ്കിൽ 100 ഗ്രാമൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുക. ഈ പറഞ്ഞ ദിവസം പൂയം നാളിൽ അല്ലെങ്കിൽ ഷഷ്ടി ദിവസം അല്ലെങ്കിൽ കാർത്തിക നാളിൽ അല്ലെങ്കിൽ മുപ്പിട്ട് ചൊവ്വാഴ്ച ഈ ദിവസങ്ങളിൽ പോയി നിങ്ങൾ ആദ്യമേ പോയി ഇത് ചെയ്യുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകം നടത്തുക. അപ്പോൾ നിങ്ങൾ തിരുമേനിയോട് പറയണം, അഭിഷേകം നടത്തിയ ആ മഞ്ഞൾപ്പൊടി നമുക്ക് അല്പം തന്നെ നമ്മൾ ആ മഞ്ഞൾപ്പൊടി ദിവസവും നിങ്ങൾ രാവിലെ നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കൈ തൊട്ടുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏതൊരു മന്ത്രമായാലും ജപിക്കാം. അപ്പോൾ ഏറ്റവും ശക്തിമത്തായ ഒരു മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഓം ശ്രീ മുരുകായ നമ എന്ന മന്ത്രം ജപിക്കാം. ഓം കാർത്തികേയായ നമ, ഓം വേലായുധായ നമ, ഓം സ്വാമിനാഥായ നമ, ഓം അർമുഖായ നമ, ഓം വല്ലി കല്യാണ സുന്ദരായ നമ, ഓം കുമാരായ നമ. ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗായത്രി, ഭഗവാന്റെ ഗായത്രി മന്ത്രം ഉണ്ടെങ്കിൽ അത് ജപിക്കാം. നിങ്ങൾക്ക് എന്താണോ ഷഷ്ടി സ്തോത്രം ഉണ്ടാവും അത് ജപിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ മഞ്ഞൾ കൈ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഒരു കൈ തൊട്ടുകൊണ്ട് ജപിച്ചിട്ട് അത് ഭഗവാനെ ധ്യാനിച്ച് നിങ്ങൾ ആ മഞ്ഞൾ അല്പം ജലം ചാലിച്ചിട്ട് നെറ്റിയിൽ തൊടണം. നെറ്റിയിൽ തൊട്ടിട്ട് നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും ശരി, ഞാൻ പറഞ്ഞു ബിസിനസ് കാര്യമായാലും ലോണിൻ്റെ കാര്യമായാലും അങ്ങനെ വിവാഹ കാര്യത്തിലായാലും ശരി, നിങ്ങൾ ഏതൊരു കാര്യത്തിൽ പോയാലും ജോലി സംബന്ധമായ കാര്യത്തിൽ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഏത് കാര്യത്തിലും പോയാലും ശരി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അവർ നമ്മുടെ മേലുദ്യോഗസ്ഥരെ നമുക്ക് വശീകരിച്ച് നമ്മൾക്ക് അനുകൂലമായി ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലഘുവായ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും ബ്രാൻഡഡ് മഞ്ഞൾപ്പൊടി ഒരിക്കലും വാങ്ങരുത്. കാരണം അത് മൊത്തവും കെമിക്കലാണ്. അത് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. അതിന് മണം ചേർക്കാൻ വേണ്ടി കെമിക്കൽ ചേർക്കും. അതിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി അതിൻ്റെ കെമിക്കൽ ചേർക്കും. അങ്ങനെ മൊത്തവും കെമിക്കലാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടികൾക്കെല്ലാം. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൻപുറങ്ങളിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് ആ ശുദ്ധമായ മഞ്ഞൾപ്പൊടി കൊണ്ട് ഭഗവാനെ അഭിഷേകം നടത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ജോലിയുടെ കാര്യത്തിലായാലും ശരി, ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്കായാലും ശരി, വിവാഹ കാര്യത്തിലായാലും ശരി, എന്ത് കാര്യത്തിലായാലും ശരി, ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ഭഗവാൻ സുബ്രഹ്മണ്യ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം
വളരെ വേഗം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.